മാർവലസ് ഫാൻറ്റാസ്റ്റിക് സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ അതിമനോഹരം. കൽക്കി മൂവി കണ്ടതപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ. കാരണം റൂമിൽ പോയിട്ട് റിവ്യൂ ഇടാനുള്ള സമയമൊന്നുമില്ല, കാരണം ആ ക്ഷമയില്ല. അപ്പോൾ ഇവിടുന്ന് കണ്ട് താഴത്തേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് റിവ്യൂ ഇടാണ്. ഹാറ്റ്സ് ഓഫ് നാഗോസിൻ, സമ്മതിക്കുന്ന ആളെ എന്തായാലും ഒരു ഹോളിവുഡ് സ്റ്റൈലിലുള്ള മൂവിയാണ് ഇറക്കിയിരിക്കുന്നത്. നമുക്കൊരു മറ്റേ അവഞ്ചേഴ്സും ഇല്ലെങ്കിൽ അവതാറോ കണ്ടൊരു ഫീലാണ് വരാൻ പോകുന്നത്. കാരണം അങ്ങനത്തെ ഒരു ലുക്കിലാണ് എടുത്തിരിക്കുന്നത്. അതിഭയങ്കര മൂവി, എന്തായാലും സമ്മതിക്കണം നാഗോസിനെ. അതിഭയങ്കര മൂവി. ഇത് സത്യം പറഞ്ഞാൽ ഇൻ്റർവെൽ വരെ ശരിക്കും ഒന്ന് പേടിച്ചു. കാരണം ഇൻ്റർവെൽ വെരി ലാഗില്ലാതെ അങ്ങനെ പോയിട്ട് എന്താണ് സംഭവിക്കാൻ പിടിയില്ലായിരുന്നു. എല്ലാവരും ഒന്ന് ചെറിയൊരു ഉറക്കത്തിലൊക്കെ പോയിട്ട് ഇൻ്റർവെല്ലിന് ഒരു സാധാരണ ഇൻ്റർവെല്ല്. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഹാഫാണ് സിനിമയെ സത്യം പറഞ്ഞാൽ രക്ഷിച്ചത്. സെക്കൻഡ് ഹാഫ് സിനിമയെ രക്ഷിച്ചു. ഫസ്റ്റ് ഹാഫ് മാത്രം കാണിച്ച സിനിമ പൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് കാരണം രക്ഷപ്പെട്ട സിനിമയാണിത്. പിന്നെ ഇതിൽ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ഉലകനായകൻ കമൽഹാസൻ, ദീപിക പടുക്കോൺ, ദിഷ പട്ടാനി, കുറേ കാസ്റ്റിങ്സ് ഉണ്ട്. ആദ്യം ലാസ്റ്റ് വരെയും പ്രഭാസ് വില്ലനായിട്ടാണ് വന്നത്. പക്ഷേ അവസാനത്തെ ക്ലൈമാക്സിൽ ആൾ നായകനായി മാറും. ശരിക്കും പറഞ്ഞതിൽ ലാസ്റ്റ് വരെ നായകൻ അമിതാഭ് ബച്ചനാണ്. അപ്പോൾ കമൽഹാസന് ഇതിൽ വലിയൊരു ലോളൊന്നുമില്ല. കാരണം ഈ മൂവിയിൽ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിലാണ് കമൽഹാസൻ റോൾ ഉണ്ടാവുള്ളൂ. പിന്നെ മലയാളത്തിൽ നമ്മുടെ ശോഭനയുണ്ട്. ശോഭനയ്ക്ക് ഒരു 5 മിനിറ്റ് റോളേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ നടന്മാരുണ്ട്. പ്രഭാസ് ഹീറോ ആണ്, ശരിക്കും ഹീറോ അമിതാഭ് ബച്ചനാണ് ഹീറോ. പിന്നെ ദിഷ പട്ടാനി വരുന്നുണ്ട്. പിന്നെയുള്ള ഹീറോയിനായിട്ട് ദീപിക പടുക്കോൺ. ഇത് സെക്കൻഡ് പാർട്ടിലാണ് മുഴുവൻ കഥകളി നടക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. സിനിമ മൊത്തം ഒരു VFX കൊണ്ട് നിറച്ച സിനിമയാണ്. VFXൻ്റെ ഒരു 5 കളിയുണ്ട് ലാസ്റ്റ് വരെ. പിന്നെ ആദ്യം നമുക്ക് എന്താണ് പറയുക, ബൊമ്മക്കോല് സിനിമയില്ലേ കുട്ടികളുടെ, അതുപോലെ തോന്നും. കാരണം ചിത്രീകരണം അങ്ങനെ വെച്ചിരിക്കുന്നു. പിന്നെ പലരും 5 മിനിറ്റ് വെച്ചുകൊണ്ട് തന്നെ നന്നായി. ഇപ്പോൾ ശോഭൻ 5 മിനിറ്റൊക്കെ ഉള്ളൂ. ദിഷ പട്ടാനി 5 മിനിറ്റ് വന്നിട്ട് ഒരു പാട്ടൊക്കെ വെച്ചിട്ട് അതങ്ങനെ നിർത്തിക്കൊണ്ട് എന്തായാലും നന്നായി. കൂടുതൽ വെക്കാതിരുന്നത്, കൂടുതൽ വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വിജയിക്കില്ല. ഇത് പറഞ്ഞാൽ പിന്നെ ഇതിൽ മഹാഭാരതത്തിൻ്റെ ഒരു സീന് കാണിക്കുന്നുണ്ട് ലാസ്റ്റ്. മഹാഭാരത യുദ്ധത്തിൻ്റെ മുടിഞ്ഞ സീനുമാണ് VFX വെച്ച്. പിന്നെ മെയിൻ എടുത്ത് പറയാനുള്ള അമിതാഭ് ബച്ചൻ്റെ അഭിനയം. ഈ 84 വയസ്സായ ആൾ ഇങ്ങനെ അഭിനയിക്കണമെന്ന് ആലോചിച്ചത്. ഈ പ്രായത്തിലും പ്രഭാസിനെക്കാട്ടിലും സത്യം പറഞ്ഞാൽ അഭിനയിച്ചത് അമിതാഭ് ബച്ചനാണ്. പ്രഭാസൊന്നും അങ്ങേറെ മുമ്പിൽ ഒന്നുമല്ല കേട്ടോ, വെറുതെ അല്ല മില്ലേനിയർ സ്റ്റാർ എന്നൊക്കെ പറയണം. ഈ ഹിന്ദിക്കാർ പറഞ്ഞ സദ്യോങ്ക മഹാനാഗം പറഞ്ഞ വെറുതെ അല്ല, മുടിഞ്ഞ അഭിനയമാണ് ഈ കാഴ്ച വെച്ചിരിക്കുന്നത്. എന്തായാലും സിനിമ എല്ലാവരും ഒന്ന് കാണണം. കാരണം ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ എടുത്ത സിനിമയാണ്. സൂപ്പർ സിനിമ. ഫസ്റ്റ് ഹാഫ് വലിയ ഇതില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് പിടിച്ചിരുത്തും. അടിപൊളി സിനിമ. പിന്നെ കമൽഹാസന് ശരിക്കും പറഞ്ഞ റോൾ സെക്കൻഡ് ഹാഫിലാവും, എന്ന് വെച്ചാൽ അടുത്ത സെക്കൻഡ് പാർട്ടിൽ. കാരണം ഇതിലിപ്പോൾ കമൽഹാസന് ഒരു ജീവിതം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അടുത്തതിൽ വില്ലൻ കമൽഹാസനാവും, നായകൻ പ്രഭാസ്, പിന്നെ മെയിനായിട്ട് അമിതാഭ് ബച്ചൻ. നല്ല സിനിമ, ഹോളിവുഡ് സ്റ്റൈലിൽ എടുത്തു. സൂപ്പർ സിനിമ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ ബാഹുബലിയുടെ അത്രയൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ബാഹുബലിയാണ് ഒന്നുകൂടി രസം. ബാഹുബലിയുടെ അത്രയ്ക്കൊന്നും എന്തായാലും ഇല്ല. പിന്നെ എത്ര കോടി എടുക്കുന്നത് കണ്ടിരുന്ന് കാണാം. സത്യം പറഞ്ഞാൽ എനിക്ക് പുഷ്പയുടെ അത്ര പോലെ എനിക്കിഷ്ടമായില്ല. പക്ഷേ എല്ലാ VFX എല്ലാം വെച്ചൊരു ഹോളിവുഡ് സ്റ്റൈലിൽ എടുത്തുകൊണ്ട് നല്ല സിനിമ എന്ന് പറയാം. എന്തായാലും കാണാം. നല്ല അഭിനയം. അമിതാഭ് ബച്ചൻ്റെ തകർത്ത് അഭിനയിക്കുന്നുണ്ട്. ദീപിക പടുക്കോൺ, പ്രഭാസ്. ഒരു നല്ലൊരു മൂവി. എന്തായാലും എല്ലാവരും പോയി കാണുക. തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം. ഇത് 3D വെച്ച് കാണണം, നല്ല ഒരു രസം ഉണ്ടാവുള്ളൂ. 3D ആ കണ്ണട വെച്ച് കാണണം, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. എല്ലാവരും കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയുക. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ കുഴപ്പമില്ല. ഗുഡ് മൂവി, സൂപ്പർ ഹിറ്റ് മൂവി. ഒരു 2000 കോടി കളക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും എല്ലാവരും കാണുക. അടുത്ത മൂവിയുടെ ഇതുമായിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഗുഡ് ബൈ.